ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് 2 ദിവസത്തെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണെന്നുള്ളത് എന്താ പറയുക റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു മെമ്മറിയായിട്ട് സൂക്ഷിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തീരുമാനിച്ചാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് കണ്ട് തന്നെ കാണും. അതിൻ്റെ ഇടയിൽ വേറൊരു സർപ്രൈസ് സംഭവിച്ചു. ഞാൻ ആൾക്ക് വീണ്ടും ഒരു സർപ്രൈസ്, ആൾക്ക് ഈ പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലും ഒക്കെ ഓർഡർ ചെയ്തിട്ട് താഴെ മേടിക്കാൻ പോയപ്പോൾ ആളും കറക്റ്റ് ഞാൻ ഡോർ തുറന്നപ്പോൾ ആൾ കയറി വരുന്നു. സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചാൽ എനിക്ക് കിട്ടിയില്ല. സംഭവം വന്നിട്ട് ഒരു വാച്ചാണ്. എനിക്ക് വാച്ചസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സോണത്തെ കമ്പനിയുടെ ടാറ്റ പ്രോഡക്റ്റ്. ഞാൻ കിച്ചണിൽ വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്, കാരണം പായസം വയ്ക്കാനുള്ള പണിയിലായിരുന്നു. ഇത് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്യാനുണ്ട്. സൂപ്പർ അല്ലേ? അപ്പോൾ ഭയങ്കര ഹാപ്പി. താങ്ക് യു മൈ ഹബി. അപ്പോൾ നമുക്കിനി പായസം വയ്ക്കാനുള്ള പരിപാടി നോക്കാം. എനിക്ക് പായസം വയ്ക്കാൻ പറ്റിയ അത്ര വലിയ പാത്രമൊന്നുമില്ല, അതാണ് ഞാൻ കുക്കറിലാണ് പായസം വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ മറ്റേ സിമ്പിളായിട്ടുള്ള പായസം വെപ്പാണ് കേട്ടോ. അതായത് നമ്മുടെ റെഡിമെയ്ഡ് പായസം ഇത് കിട്ടില്ലേ, ആച്ചിയുടെ, അതാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. ഇത് ഞാൻ മുമ്പും വെച്ചിട്ടുണ്ട്, അതും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് ഈ കമ്പനിയുടെ ആച്ചിയുടെ പ്രൊഡക്റ്റിൻ്റെ റോയൽ സേമിയ പായസം, അത് നല്ലതാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരാണ് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിതിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് മറ്റേത് മാത്രമാണ്. പാല് തിളപ്പിക്കുക, ഇതങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക, പിന്നെ നല്ലോണം വെന്ത് വരുമ്പോൾ കുറച്ച് നെയ്യും കൂടി പുരട്ടുക. അത്ര തന്നെ. പുരട്ടല്ല, നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക. സൂപ്പറായിട്ട്. ഇന്ന് കാക്കനാട് ആള് എന്തോ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് എന്തോ ഒരു മീറ്റിംഗ് ആയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ചാടി കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗായിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ പിന്നെ ഞങ്ങൾ ഓരോരോ സാധനങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ ഇരിപ്പായി. ഇത് വന്നിട്ട് നമ്മുടെ പാലിക്കര ടോളിൻ്റെ അവിടെയാണ്. തൊട്ടാ തിരക്കും, ഒന്നാമത് വെയിൽ, അതിൻ്റെ ഇടയിൽ തിക്കും തിരക്കും. ഒരു വണ്ടിക്കെങ്ങാനും അവിടെ പോകുമ്പോൾ ലാഗ് വന്നാൽ പിന്നെ ബാക്കിലത്തെ വണ്ടികൾ ഹോണടിയായി. പിന്നെ ശരിക്കും ഈ ഒരു ടോളിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാണാവോ, അതെന്തെങ്കിലും ആവട്ടെ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ബൻഡിന് ആവശ്യമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ടൂൾസ്. അത് വന്നിട്ട് കളമശ്ശേരിയിലാണ് ഈ ഷോപ്പ് വന്നിട്ട്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ്, അത് ഇവിടെ മാത്രമാണ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തു. ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. അപ്പോൾ അതോടുകൂടി തന്നെ ഡിന്നറും തീർക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഐറ്റം, ഷോപ്പിൻ്റെ പേര് മറന്നു. ഈ ഐറ്റം കിടു സാധനമാണ്. ഞങ്ങൾ മുമ്പും ഈ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. എറണാകുളം കൂടിയിരുന്ന മെട്രോ ഒക്കെ പോണത് കാണാം. നല്ല സൂപ്പർ ക്വാളിറ്റിയും അതിനനുസരിച്ചുള്ള ഫുഡുമാണ്. കുറച്ച് നേരം മെട്രോ ഒക്കെ പോകണമെന്ന് നോക്കി നിന്ന് കണ്ടു, പക്ഷെ അത് കവർ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഈ പ്രൈം എന്ന് പറഞ്ഞ ഡ്രിങ്കില്ലേ, അത് ട്രൈ ചെയ്തു. വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.